മേളവാദ്യകലാ ചക്രവർത്തി തേരോഴി രാമക്കുറുപ്പിന് തിരുവിതാംകൂർ രാജമുദ്ര ചാർത്തിയ വീരശൃംഖല സമ്മാനിക്കുന്ന ചടങ്ങിൻ്റെ വിളംബര സമ്മേളനം അക്ഷരാർത്ഥത്തിൽ രാജകീയവും പ്രൗഢഗംഭീരവുമായി. പാണ്ടിമേളം, പഞ്ചാരിമേളം തുടങ്ങിയ വാദ്യകലാരംഗത്തും കളമെഴുത്ത്, മരപ്പാണി, ഉത്സവബലി, വലിയ ഗുരുതി തുടങ്ങിയ ക്രിയാനുഷ്ഠാന രംഗത്തും അരനൂറ്റാണ്ടിലേറെയായി നൽകിവരുന്ന മികച്ച സംഭാവനയ്ക്കാണ് തിരുവിതാംകൂർ രാജമുദ്ര ആലേഖനം ചെയ്ത വീരശൃംഖല സമ്മാനിക്കുന്നത്. 2025 മെയ് 25-ന് വൈക്കത്ത് സംഘടിപ്പിക്കുന്ന ചടങ്ങിൻ്റെ വിളംബരം ഉദയനാപുരത്ത് നടന്നു. നിരവധി സുപ്രധാന ഹൈക്കോടതി വിധികളിലൂടെ ശ്രദ്ധേയനായ മുൻ ഹൈക്കോടതി ജഡ്ജിയും കേരള യൂണിവേഴ്സിറ്റി എത്തിക്സ് കമ്മിറ്റി ചെയർമാനുമായ ജസ്റ്റിസ് MR ഹരിഹരൻ നായർ വിളംബര പ്രഖ്യാപനം നടത്തി. രാജബഹുമതി പ്രഖ്യാപിക്കുന്ന പരമ്പരാഗത ശൈലിയിലായിരുന്നു വിളംബരവും വിളംബര പത്രിക പ്രകാശനവും സംഘടിപ്പിച്ചത്. വാദ്യകലാ ആസ്വാദകരും നാട്ടുകാരും തേരോഴി രാമക്കുറുപ്പിൻ്റെ നിരവധിയായ ശിഷ്യരും ബന്ധുക്കളും ജനപ്രതിനിധികളും സാംസ്കാരിക നായകരുമെല്ലാം നിറഞ്ഞു കവിഞ്ഞ സദസ്സിനെ സാക്ഷിയാക്കിയായിരുന്നു ജസ്റ്റിസ് MR ഹരിഹരൻ നായർ വിളംബരം നിർവഹിച്ചത്. ക്ഷേത്ര കലാകുലപതി തേരോഴി രാമക്കുറുപ്പിന് തൻ്റെ കലാജീവിതത്തിൻ്റെ അംഗീകാരമായി തിരുവിതാംകൂർ തമ്പുരാട്ടി ഹെർ ഹൈനസ് ഡോക്ടർ അശ്വതി തിരുനാൾ ദേവി ലക്ഷ്മിഭായ് തമ്പുരാട്ടി തിരുമനസ്സുകൊണ്ട് വീരശൃംഖല 2025 മെയ് മാസം 25-ന് അർഹതയ്ക്കുള്ള അംഗീകാരമാണ് തേരോഴി രാമക്കുറുപ്പെന്ന മഹാപ്രതിഭയ്ക്ക് ലഭിച്ചതെന്ന് ജസ്റ്റിസ് MR ഹരിഹരൻ നായർ പറഞ്ഞു. വിവിധ ഭാഗങ്ങളിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. എളുപ്പമുള്ള കാര്യമല്ല നിമിഷാമേഖലകൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. എത്രയോ വർഷത്തെ നിരന്തരമായ ശ്രമവും അതിനുപരി ഭഗവാന്റെ അനുഗ്രഹവും എല്ലാം ചേർന്നാണ് അവിടെ അത് വിജയിക്കുന്നത്. ഇത്രയധികം വിഭാഗങ്ങളിൽ തൻ്റെ ശ്രേഷ്ഠത വ്യക്തമാക്കാനും അതുപോലെ തന്നെ അടുത്ത വരുമ്പോഴേക്ക് അതാണ് അതിലേറ്റവും. സംഘാടക സമിതി ചെയർമാനും ഉദയനാപുരം ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റുമായ VR ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു. കാരണം ഈ നാടിന് ഉദയനാപുരത്തിന് കൊടുക്കാൻ പറ്റാതിരുന്ന ഒരു കാര്യമാണ് കേരളത്തിലെ അദ്ദേഹത്തിന്റെ ശിഷ്യകളെന്നും സുഹൃത്തുക്കളും എല്ലാവരും താന്ത്രിക ആചാര്യന്മാരായ മനയത്താറ്റ് മന ചന്ദ്രശേഖരൻ നമ്പൂതിരി, മോനാട് കൃഷ്ണൻ നമ്പൂതിരി, പുലിയന്നൂർ ശശി നമ്പൂതിരി എന്നിവർ ചേർന്ന് ഭദ്രദീപ പ്രകാശനം നിർവഹിച്ചതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. വൈക്കം മഹാദേവ കോളേജ് ഡയറക്ടറും വൈക്കം താലൂക്ക് NSS യൂണിയൻ ചെയർമാനുമായ PGM നായർ കാരിക്കോട് അനുമോദന പ്രഭാഷണം നടത്തി. രാമക്കുറുപ്പിന് ലഭിക്കുന്ന വീരശൃംഖലയിലൂടെ ക്ഷേത്ര നഗരമായ വൈക്കം ഒന്നടങ്കം ബഹുമാനിതമായിരിക്കുകയാണെന്ന് PGM നായർ കാരിക്കോട് പറഞ്ഞു. തേരോഴി രാമക്കുറുപ്പ് എന്ന പേര് നോട്ടീസിൽ കാണുമ്പോൾ ഒരാവേശം ഞങ്ങൾക്കുണ്ട്. ക്ഷേത്രങ്ങളിലെ കൊച്ചുനാളിൽ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ ഓർക്കുന്നത് അതിനോടൊപ്പം ക്ഷേത്രത്തിലൊക്കെ എൻ്റെ സ്വന്തം വീട് പോകുമ്പോൾ ഇന്ന് എൻ്റെ മനസ്സിൽ ഏറ്റവും അധികം പറയാൻ നിൽക്കുന്ന തൻ്റെ മാന്ത്രിക കാര്യങ്ങളാൽ എത്രമാത്രം അത്ഭുതകരമായ സിദ്ധി വൈഭവമാണ് അദ്ദേഹത്തിന് ജഗദീശ്വരൻ നൽകിയിട്ടുള്ളത്. നഗരസഭാംഗം N അയ്യപ്പൻ, സംഘാടക സമിതി ജനറൽ കൺവീനർ രതീഷ് അരയൻകാവ്, ചീഫ് പ്രൊമോട്ടർ കാലടി കൃഷ്ണയ്യർ, ജോയിന്റ് കൺവീനർ കൃഷ്ണനാഥ് വെങ്കിട്ടരാമൻ എന്നിവർ പ്രസംഗിച്ചു. പ്രവീൺ ഭാസ്കർ, സിറ്റി വോയ്സ്, വൈക്കം.